കാസർഗോഡ് കേന്ദ്ര സർവകലാശാല ഭരണനിർവഹണ ആസ്ഥാന മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അംബേദ്കറുടെ നാമധേയത്തിലുള്ള മന്ദിരമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമായതോടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റമാണ് കേന്ദ്ര സർവകലാശാല നടത്തുന്നത്. 3 നിലകളിലായി 68,200 സ്ക്വയർ ഫീറ്റിൽ 38.16 കോടി രൂപ ചെലവിലാണ് പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ BR അംബേദ്കർ ഭവൻ നിർമ്മിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ വികസന കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ജമ്മു കാശ്മീരിൽ പുതിയ 50 ഡിഗ്രി കോളേജുകൾ ഉൾപ്പെടെ റെക്കോർഡെണ്ണം സ്കൂളുകൾക്കും കോളേജുകൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൂളിൽ പോകാത്ത 45,000 പുതിയ കുട്ടികൾ ഇപ്പോൾ പ്രവേശനം നേടിയതായും അദ്ദേഹം പറഞ്ഞു. വിവിധ മേഖലകളിലായി 32,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച് തറക്കല്ലിടുകയും ചെയ്തു. കേന്ദ്ര സർവകലാശാലയുടെ ഭാവി വികസനം കണക്കിലെടുത്തുള്ള സൗകര്യങ്ങൾ പുതിയ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഗംഗോത്രി ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഭാഗങ്ങളും പുതിയ മന്ദിരത്തിലേക്ക് മാറും. അമൃത ന്യൂസ്, കാസർഗോഡ്.